ഫുൾ ത്രോട്ടിലാണ് ഞാൻ ഇപ്പോൾ ഓരോ ഗിയറും ക്ലച്ച് പിടിക്കാൻ മാറുന്നത്. ഒക്കെ എന്നെ ജസ്റ്റ് ത്രോട്ടിൽ കട്ട് ചെയ്താൽ ഡൗണും ചെയ്യാം. റൗമേച്ച് പോലും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ 2 കിലോമീറ്ററേ ഓടിയോളൂ. ഇല്ലാതെ ക്ലച്ച് നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് എടുക്കാൻ വേണ്ടി മാത്രമേ ഏകദേശം ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞല്ലോ മോർ എറിക്കൽ ടു മോർ പവർ. ഇത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനാണ് KTMൻ്റെ ഉദ്ദേശമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മിറേഴ്സ് അവർക്ക് ഒഴിവാക്കാമായിരുന്നു. കാരണം അണ്ടർബെല്ലി എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ നൈസായിരുന്നു. പക്ഷേ ഈ എക്സോസ്റ്റ് പൈപ്പ് ഇരിക്കുന്നുണ്ട്, ചിലപ്പോൾ അത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. തന്നെ സീറ്റ് ഹൈറ്റ് കൂടാത്ത രീതിയിൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല രീതിക്ക് കൂട്ടാൻ പറ്റും. ഇതിലെ മോണോഷോക്കൊക്കെ സെൻട്രൽ സ്പോട്ടിലാണ് വരുന്നത്. ഇതിൽ അതൊന്ന് വ്യത്യാസമായിട്ട് സൈഡിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് റിവ്യൂ ഉള്ളത് ഒരു ഡ്യൂക്ക് 250 Gen 3 ആണ്. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് കുറച്ച് വ്യൂ ഒക്കെ ഉള്ളൊരു സ്പോട്ടിലാണ് ഇപ്പോൾ വണ്ടി എന്തായാലും കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇത് 249 cc ലിക്വിഡ് കൂൾഡ് 4-stroke എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ സൈഡിലായിട്ട് ഒരു ഓറഞ്ച് കളറിൽ KTMൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, LC4C എന്ന് വെച്ചാൽ ലിക്വിഡ് കോൾഡ് 4-stroke എഞ്ചിൻ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ വെയിറ്റ് റിഡക്ഷന് വേണ്ടി KTM ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിലത്തെ ഡിസ്ക് തന്നെ സജ്ജ അറിയാൻ പറ്റും, ഒരു ഹബ് ലെഫ് ഡിസ്ക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഹബ് ലെഫ് ഡിസ്ക് വന്നുകൊണ്ട് ഉപയോഗം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാനും വെയിറ്റ് നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ റെയർ ഡിസ്ക്കും ഹബ് ലെഫ് ഡിസ്ക്കാണ് വരുന്നത്. ഫ്രണ്ടിൻ്റെ കാര്യമാണെങ്കിൽ ഒരു 320 mm ഡിസ്ക്കും ബാക്കിൽ 280 വരുന്നത്. അപ്പോൾ ഞാനിത് ഓടിച്ച് നോക്കി, ബ്രേക്കിങ്ങിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനാണ് KTMൻ്റെ ഉദ്ദേശമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മിറേഴ്സ് അവർക്ക് ഒഴിവാക്കാമായിരുന്നു. കാരണം ഇതിലിപ്പോൾ ഈ കാണിച്ചേക്കുന്ന എനിക്ക് ഡൊമിനോൻ്റെ 2 മിറേഴ്സാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആ 2 മിറർ തന്നെ ഏകദേശം 2 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ വണ്ടിയിൽ ഇടയ്ക്ക് വെച്ച് സെറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അതിൻ്റെ വെയിറ്റൊക്കെ നോക്കുന്ന വീഡിയോ ഒന്ന് കണ്ടത്. അപ്പോൾ അത് കുറച്ചാൽ തന്നെ വണ്ടിയുടെ വെയിറ്റ് നല്ല രീതിക്ക് കുറയ്ക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് വെർഷനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിലൊരു 8 കിലോ അടുപ്പിച്ച് കുറച്ചിട്ടുണ്ട്. ആ മിറേഴ്സിലൂടെ ഒന്ന് കുറച്ചുകൂടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നേ. അതെന്തായാലും ഇതിൻ്റെ ഓണർ അവൻ തന്നെ മനസ്സിലാക്കി അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ 2 മിറർ മാറ്റിയിട്ട് വണ്ടി ഓടിക്കാൻ തന്നെ വണ്ടിയുടെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ RC390 RCയുടെ പുതിയ വർഷം നിങ്ങളെല്ലാം കണ്ടാണ്. അത് വളരെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് പലവരെയും ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ അനുസരിച്ചിരിക്കും. എന്നാലും ഇതിൻ്റെ ഒരു ലുക്ക് അത്ര ഡിസപ്പോയിൻറ്റിംഗ് ഒന്നുമല്ല, നല്ല ലുക്ക് തന്നെ വരും. എപ്പോഴും സ്ഥിരം ആ ഒരു പഴയ ലുക്ക് കണ്ടുകൊണ്ടിരുന്നുണ്ട്. ആദ്യം വന്നപ്പോൾ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ ചെറിയ രീതിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഈ ഫ്രണ്ട് ഈ ഒരു ഭാഗം കുറച്ച് നേക്കഡായിട്ടുണ്ട്. അവിടെ ഒരു അണ്ടർബെല്ലിയും കൂടെ കൊടുക്കായിരുന്നു. അതെന്തായാലും ആഫ്റ്റർ മാർക്കറ്റ് വല്ലതും വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവും. RCയുടെ അണ്ടർബെല്ലി എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ നൈസായിരുന്നു. പക്ഷേ ഈ എക്സോസ്റ്റ് പൈപ്പ് ഇരിക്കുന്നുണ്ട്, ചിലപ്പോൾ അത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബാക്കി വണ്ടികളെ അപേക്ഷിച്ച് ഇതിൻ്റെ റേഡിയേറ്റർ നിങ്ങൾക്ക് സജ്ജ അറിയാൻ പറ്റും, കുറച്ച് കർവ്ഡാണ്. അപ്പോൾ കുറച്ചുകൂടെ വണ്ടിയിലെ കൂളിങ്ങിന് അത് നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യും. കാരണം കൂടുതൽ സർഫസ് ഏരിയ. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന റേഡിയേറ്ററിൻ്റെ അത് എയർ കയറുന്ന സമയത്ത് കുറച്ചുകൂടെ എയർ ഫ്ലോ ഉണ്ടാകും. പക്ഷേ ഇതിൽ ഈ റേഡിയേറ്ററിൻ്റെ ഫാൻ സെൻട്രലല്ല കൊടുത്തേക്കുന്നത്, ആ ഒരു ലെഫ്റ്റ് സൈഡിലോട്ടാണ് എനിക്ക് തോന്നരുത് വെച്ചിട്ട്. അപ്പോൾ ഓടിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കുറച്ച് ഹീറ്റ് അടിക്കാൻ വേണ്ടി ചെറിയ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഇതിൽ കുറച്ച് ഓഫറ്റായിട്ടാണ് ഈ മോണോഷോക്ക് വെച്ചേക്കുന്നത്. ഈ ഓഫറ്റായിട്ട് ഇങ്ങനെ മോണോഷോക്ക് വെക്കുന്നതിലുള്ള യൂസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാൻ പറ്റും. അതേ സമയത്ത് തന്നെ സീറ്റ് ഹൈറ്റ് കൂടാത്ത രീതിയിൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല രീതിക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഷോർട്ടായിട്ടുള്ള റൈഡേഴ്സിനും അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് വേറൊരു വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് തന്നെ നോക്കി അറിയാൻ പറ്റും. സാധാ വണ്ടിയിലെ മോണോഷോക്കൊക്കെ സെൻട്രൽ സ്പോട്ടിലാണ് വരുന്നത്. ഇതിൽ അതൊന്ന് വ്യത്യാസമായിട്ട് സൈഡിലോട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം കാണുമ്പോൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ അതങ്ങ് മാറിക്കോളും. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ കാരണം ഇതിൻ്റെ എയർ ഫിൽറ്റർ ബോക്സ് കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഇതിൽ കുറച്ച് ഒരു സൈഡിലോട്ട് ഈ മോണോഷോ കൊടുത്തേക്കുന്നത്. അപ്പോൾ അറിയാലോ, മോർ എറിക്കൽ ടു മോർ പവർ. അപ്പോൾ എയർ ഫിൽറ്റർ ബോക്സ് ആ രീതിയിലാണ് ഇതിനെ കൊടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ വണ്ടി ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു സ്വിച്ചസിൻ്റെയൊക്കെ ഒരു പ്രീമിയം ക്വാളിറ്റി. പിന്നെ ഒരു ചെറിയ രീതിയിൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് TFT ഡിസ്പ്ലേ അല്ല. പക്ഷേ ഡ്യൂക്ക് 390 വരുന്ന രീതിയിൽ ഒരു TFT ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ വണ്ടി കുറച്ചുകൂടെ കിട്ടുള്ളതിന്. അത് വേണമെങ്കിൽ ഞാൻ ഡ്യൂക്ക് 250 ചിലവന്മാർ ഇതിൻ്റെ ഓൾഡ് മോഡലിൽ 390 ഡിസ്പ്ലേ വയ്ക്കുന്നുണ്ട്. അതേപോലെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി സെറ്റാണ്. പിന്നെ ഈ മിറർ ഇതിൻ്റെ ഓണർ തന്നെ അറിഞ്ഞ് ഊരി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ മിറർ ഇല്ലാതെ ഓട്ടിക്കാൻ കുറച്ച് റിസ്ക്കാണ്. പിന്നെ ആക്സിലേറ്റർ കേബിളൊന്നും വരുന്നില്ല, റൈഡ് ബൈ വയറാണ്. നല്ല രീതിക്ക് ടോട്ടൽ റെസ്പോൺസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഗ്രിപ്പൊക്കെ പിടിക്കാൻ തന്നെ അതിൻ്റെ ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ഈ സ്വിച്ചസും കൺട്രോൾ മൊഡ്യൂൾസും തന്നെ പക്ക ഒരു പ്രീമിയം ടച്ച് KTMൻ്റെ സാധനയിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ആക്സിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരു ഹോളോ ടൈപ്പ് ആക്സിലാണ് വരുന്നത്. അത് ഇതിൻ്റെ വെയിറ്റ് റിഡക്ഷന് വേണ്ടി ചെയ്തേക്കുകയാണ്. ഈ ഫ്രണ്ടിലെ വീൽ ആക്സിലായാലും ഹോളോ ആണ്. ഈ ഒരു ഹോള് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വരെ ഉണ്ട്. ഇത് മാത്രമല്ല ഇവിടെയും
ഒരു ഹോളോ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. വെയിറ്റ് എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റും അവിടെയെല്ലാം ഈ വണ്ടിയിൽ മാക്സിമം കുറച്ചിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നതിനനുസരിച്ച് വണ്ടിയുടെ പവർ ടു വെയിറ്റ് റേഷ്യോയിലുള്ള ചേഞ്ച് കൊണ്ട് നമ്മുടെ പവർ നല്ല രീതിക്ക് കൂടും. പിന്നെ ഇതിൻ്റെ സ്പ്രോക്കറ്റിങ്ങിൽ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 250 Gen 2-ലാണെങ്കിൽ റയർ ഒരു 46 ടീത്ത് വരുന്ന സ്പ്രോക്കറ്റാണ് വരുന്നത്. അതിനൊരു 3 ടീത്ത് കുറച്ച് ഇതിലൊരു 43 സ്പ്രോക്കറ്റ് ടീത്തായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ അതിനെന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കും കമ്പനി ചെയ്തത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പോലെയല്ല കമ്പനി ചെയ്യുന്നത്. ഒരു ഇനീഷ്യൽ ആക്സിലറേഷൻ 250 കുറച്ചുകൂടെ കുറയും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലെ വെയിറ്റ് റിഡക്ഷൻ കാരണം ഏകദേശം ആ ഒരു സെയിം പവർ തന്നെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ ഇതിൽ ABS ഓഫും ഓണും ആക്കേണ്ട ഒരു ഫീച്ചറുണ്ട്. പക്ഷേ RFE 390 ആണെങ്കിൽ നിങ്ങളത് ഓഫാക്കിയാലും കീ ഒന്ന് ഓഫാക്കിയിട്ട് ഓണാക്കുന്ന സമയത്ത് ABS വീണ്ടും വരും. പക്ഷേ ഇതിൽ നമ്മൾ ABS ഓണാണോ ഓഫാണോ ശ്രദ്ധിക്കണം. ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ കീ ഓണാക്കിയിട്ട് ഓഫാക്കിയാലൊന്നും മാറില്ല. ഇപ്പോൾ ഇതിൽ റിയർ ABS ഓണാണ്. അത് ഓഫാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ABS ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ പക്കയാണ്, അതിലൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇതിൽ ഈ കൺട്രോൾ മോഡിലോട്ട് വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഇഗ്നീഷൻ ക്യൂൾ സ്വിച്ച്. പിന്നെ ഇതിൽ സിംഗിൾ ടച്ച് സ്റ്റാർട്ട് ബട്ടണാണ് കൊടുത്തേക്കുന്നത്. ഒറ്റടച്ച് തന്നെ സ്റ്റാർട്ടാവും. നമ്മൾ മറ്റേ ത്രോട്ടിലൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചർ വരുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഞാൻ പറഞ്ഞ രീതിക്ക് വളരെ കുറവാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെന്തോ ഒരു പവർ പാർട്ട് സ്പേസറോ എന്തോ വാങ്ങിക്കണം. അത് ഈ സീറ്റിൻ്റെ അടിയിൽ എങ്ങനെ സെറ്റ് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂളൻ ടാങ്കൊക്കെ ഈ സൈഡിലാണ് വരുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. മിക്കുള്ള വണ്ടിയിലും ഈ ഒരു പാർട്ടിലേക്കായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഫില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാനും ഫില്ല് ചെയ്യാനും എല്ലാം പറ്റും. ഇതിൻ്റെ സസ്പെൻഷൻ സൈഡിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഈ റോഡിലേക്ക് ഓടിച്ചു ഈ ഒരു ഇതൊന്നും നമുക്ക് അറിയാനേ പറ്റുന്നില്ല. ഒരു അണ്ടർവെല്ലിയും കൂടെ പ്രൊവൈഡ് ചെയ്തെങ്കിൽ വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയേനെ. ഈ ഫ്രണ്ട് തന്നെ അതിലേക്ക് മസ്കുലർ ലുക്കുണ്ട്. പിന്നെ ഈ ഒരു 250 ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ എക്സ്ട്രാ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ലുക്കാണ് ഇപ്പോൾ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 15 ലിറ്ററിൻ്റെ കുറച്ച് വലിയ ഫ്യൂൽ ടാങ്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ ആട്ടോ ബ്ലിപ്പറും ക്വിക്ക് ഷിഫ്റ്ററും ഉണ്ട്. അത് ഞാൻ വരുന്ന വരയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു. പക്ഷേ ഞാൻ സ്ഥിരം ക്ലച്ച് പിടിച്ചാണ് ഗിയർ മറന്നുകൊണ്ട് എന്നെ കൊണ്ടത് പറ്റിയിരുന്നില്ല. നമുക്ക് ഒന്നുകൂടെ വണ്ടി എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ നമുക്കിതിൽ ക്ലച്ചിൻ്റെ സഹായം ഇല്ലാതെ ക്ലച്ച് നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് എടുക്കാൻ വേണ്ടി മാത്രമേ ഏകദേശം ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് ഗിയർ അപ്പ് ചെയ്യാനാണെങ്കിൽ ഒരു 4000 RPM 5000 ഇടയ്ക്ക് നമുക്ക് ക്ലച്ച് പിടിക്കാതെ ഗിയർ അപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. തിരിച്ച് ഡൗൺ ചെയ്യാനാണെങ്കിൽ ആക്സിലേറ്റർ കട്ട് ചെയ്തിട്ട് സാധാരണയ്ക്ക് ഡൗൺ ചെയ്താൽ മാത്രം മതി. പക്ഷേ ഞാൻ സ്ഥിരം അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നെ കൊണ്ടത് പറ്റുന്നില്ല. പിന്നെ ഈ റിവ്യൂസ് തന്നെ പലവരും ഇടാറുണ്ട്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ആൾക്കാരും ഇടാറുണ്ട്. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെ റിവ്യൂ മാത്രം കാണരുത്. കാരണം ഓരോരുത്തരും പല പോയിൻ്റ് ഓഫ് വ്യൂന്നായിരിക്കും വീഡിയോ ഇടുന്നത്. ചിലവരെ തമ്മിലൊക്കെ അഴുമ്പാണെങ്കിലും അവന്മാരെ വീഡിയോ വരെ കാണുമ്പോൾ അറിയാം നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. എൻ്റെ ചാനലിലൂടെ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ പലരും പല പോയിൻ്റ് ഓഫ് വ്യൂന്നായിരിക്കും ഇടുന്നത്. പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിനാണെങ്കിൽ അവർക്ക് ഈ വണ്ടി നേരത്തെ കിട്ടും, ഷോറൂമിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അവർക്ക് എടുത്തുകൊണ്ട് പോയിട്ട് അതിനെപ്പറ്റി കുറ്റം പറയാനും ചെറിയ രീതിക്ക് പരിമിതികൾ കാണും. കാരണം അടുത്ത വണ്ടി കിട്ടുമ്പോഴും അവരെ വിളിക്കേണ്ടതാണ്. സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് നാൾ കഴിഞ്ഞ് എല്ലാവരും ഓട്ടിച്ച് പിന്നെ അവരെ കയ്യിലെപ്പോഴും കിട്ടുന്നതായിരിക്കും റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം എപ്പോഴും വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ. ഇനി നമുക്ക് കുറച്ച് വണ്ടി ഓട്ടിച്ചുകൊണ്ട് സംസാരിക്കാം. ഇതൊരു TFT ഡിസ്പ്ലേയും കൂടെ ആണെങ്കിൽ വണ്ടി പൊളിച്ചേനെ. പിന്നെ എനിക്കൊരു 6 ഫീറ്റ് അടുപ്പിച്ച് ഹൈറ്റുണ്ട്. അപ്പോൾ എനിക്ക് ഈ വണ്ടി ഓട്ടിക്കാൻ കാലൊക്കെ വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ കറക്റ്റ് എൻ്റെ തലയുടെ അടുത്ത് വെച്ച് എത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഓണറിനൊക്കെ കറക്റ്റ് ഇത് ഹൈറ്റാണ്. എനിക്ക് തോന്നുന്നു ആ സീറ്റ് കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന്. ഇതിൻ്റെ ബ്രേക്കിംഗ് ഞാൻ കാണിച്ചു തരാം. പക്ക ക്രിസ്പ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. സിന്തയുടെ ബ്രേക്ക് പാഡ് കൂടെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബ്രേക്കിങ്ങിലും കാര്യങ്ങളൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്ററും ആട്ടോ ബ്ലിപ്പറും ഒന്ന് ടെസ്റ്റ് ചെയ്യണം, നോക്കാം. ഇപ്പം ഞാൻ എന്തായാലും ക്ലച്ച് പിടിക്കുന്നില്ല, ത്രോട്ടിൽ കൊടുത്തു. ഗൈസ് ഇപ്പം ഞാൻ ഫുൾ ത്രോട്ടിൽ കട്ട് ചെയ്യാതെയാണ് ഗിയർ മാറുന്നത്. ഇപ്പം കിട്ടി. ഞാൻ നേരത്തെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോഴും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ ഞാൻ സ്ഥിരം ചെയ്യാത്തതുകൊണ്ട് സംഭവം എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പറ്റുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ക്ലച്ചിൽ കൈ പോലും വെച്ചിട്ടില്ല, ത്രോട്ടിൽ കട്ട് ചെയ്യാതെയാണ് ഗിയർ മാറി മാറി പോകുന്നത്. എൻ്റെ കൈ ത്രോട്ടിൽ വിടാൻ വേണ്ടി എന്നെ ക്ലച്ച് പിടിക്കാനും എന്നെ നല്ല രീതിക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്വന്തമായിട്ടൊരു കൺട്രോൾ ചെയ്താണ് ഇപ്പോൾ അത് ചെയ്യാതെ ഇപ്പോൾ എടുക്കുന്നത്. ഇത് കൊള്ളാം. ഫുൾ ത്രോട്ടിലാണ് ഞാൻ ഇപ്പോൾ ഓരോ ഗിയറും ക്ലച്ച് പിടിക്കാൻ മാറുന്നത്. ഇതിൻ്റെ ആട്ടോ ബ്ലിപ്പറോ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അത് എന്നെ കൊണ്ട് പറ്റുന്നില്ല.
തൽക്കാലം ഇത് ഓടിച്ചിട്ട് ഇനി എൻ്റെ വണ്ടിയിൽ കയറി സാധാരണ ഓടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ കാര്യമൊക്കെ ഏകദേശം തീരുമാനമാവും. ഗൈസ്, നല്ല റോഡിലൊക്കെ ഇറങ്ങി ക്ലച്ച് പിടിക്കാൻ ഗിയർമാരിപ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ ക്ലച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിൻ്റെ ആറ്റോ ബ്ലിപ്പർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറയുന്നതല്ല, എന്നോട് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചൊന്ന് സ്ട്രെയിറ്റ് റോഡ് വരട്ടെ. ബാക്കിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഒരു പോരായ്മകളുമില്ല. നമുക്ക് വേണമെങ്കിൽ കൈ കൊടുത്ത് ഓട്ടിക്കാം. കൊടുത്ത് കയറി പോയാലും പിടിച്ച വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി നമുക്കിനി ആറ്റോ ബ്ലിപ്പർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ആറ്റോ ബ്ലിപ്പർ വർക്കാവുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. ഞാൻ ത്രോട്ടിലൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡൗൺ ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു സ്കൂട്ടർ കണക്ക് എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലച്ചിൻ്റെ ആവശ്യം ഇതിൽ വരുന്നത് ഒരു ഫസ്റ്റ് ഗിയറിൽ ട്രാഫിക്കിലൊക്കെ മാത്രമാണ്. അല്ലാത്ത സമയത്ത് നിങ്ങൾ കുറച്ചൊന്ന് ഇതുമായിട്ട് യൂസ്ഡ് ആയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ചില്ലാതെ അപ്പ് ഷിഫ്റ്റ് ചെയ്യാനും ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനും പറ്റും. ഈ ഒരു ഫീച്ചർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കേസ് ഇപ്പോൾ കുറച്ച് നേരം ഓടിച്ചപ്പോൾ ഈ ആറ്റോ ബ്ലിപ്പർ എനിക്ക് സെറ്റായിട്ടുണ്ട്. ക്വിക്സ്റ്റർ ഇതിൻ്റെ നല്ല രസമുണ്ട് സീരിയസ് ആയിട്ട് ഓടിക്കാൻ. ഒരു സ്കൂട്ടർ ഓടിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്ത് പെരുമാറാൻ പറ്റും. ചുമ്മാ ഇതേപോലെ കൈ കൊടുത്തിട്ട് ഞാനിപ്പോൾ ക്ലച്ചിൽ കൈ പോലും വെക്കുന്നില്ല. വീഡിയോ ഒക്കെ എടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി ഈ ഒരു ഫീച്ചർ വളരെയധികം യൂസ്ഫുള്ളാണ്. അതേ കണക്ക് തന്നെ ജസ്റ്റ് ത്രോട്ടിൽ കട്ട് ചെയ്താൽ ഡൗണും ചെയ്യാം. റൗമേച്ച് പോലും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു രീതിയിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. മറ്റതിൽ നമ്മൾ റൗമേച്ചൊക്കെ ചെയ്ത് പോകുന്നതും ഇതും വ്യത്യാസമുണ്ട്. പക്ഷേ നല്ല രസം. പിന്നെ ഇതിൻ്റെ ഒരു പവർ എന്തുമാത്രം ഓൾഡ് 250 ഇതുമായിട്ട് വ്യത്യാസമുണ്ടെന്ന് പറയാൻ വേണ്ടി അതെനിക്ക് സൈഡ് ടു സൈഡായിട്ട് ആ വണ്ടി ഓടിച്ചാൽ മാത്രമേ എനിക്കത് പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഒരുപാട് യൂട്യൂബേഴ്സ് വല്ലപ്പോഴുമൊക്കെ ആ വണ്ടി ഓടിച്ചിട്ടും ആ ഒരു റിവ്യൂ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ കൊണ്ടത് പറ്റുന്നില്ല. അതിനെ തള്ളി വെക്കുന്നതാണോ അല്ലാതെ അവർക്കത് അവരെ മൈൻഡിൽ അത് ഓർമ്മ നിൽക്കുന്നതാണോ എന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. എന്നാലും എനിക്ക് ഒരു പഴയ 250 സൈഡ് ടു സൈഡായിട്ട് ഇതിൻ്റെ കൂടെ ഓടിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. അല്ലാത്ത ഇത് ഞാൻ കമ്പയർ ചെയ്യണമെങ്കിലും എൻ്റെ വണ്ടിയായിട്ടേ അത് കറക്റ്റ് കമ്പയർ ആവൂ. കാരണം സ്ഥിരം ഓടിക്കുന്ന വണ്ടിയായിട്ട് മാത്രം. ഇപ്പോൾ ഈ വളവിലൊന്നും സീരിയസ് ആയിട്ട് എനിക്ക് ക്ലച്ച് പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മസിൽ മെമ്മറി അഡ്ജസ്റ്റ് എപ്പോഴും കിക്കിൻ്റെ ആവുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി പമ്പിലോട്ട് കയറി അവന് ജസ്റ്റ് ഒരു ദാഹജലം കുറച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓണറിന് ചോദിച്ച് അതുകൂടെ പറഞ്ഞ് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചേച്ചി ഒരു 70. നമ്മൾ 2 കിലോമീറ്ററേ ഓടിയുള്ളൂ. അത് കൊടുത്തല്ലേ? എണ്ണ അടിക്കണമെങ്കിൽ പവറാണ്, ഓടിക്കാൻ നല്ല രസമാണ്. മൈലേജും കാര്യങ്ങളൊന്നും കറക്റ്റ് പറയാൻ വേണ്ടി വണ്ടി ഫസ്റ്റ് സർവീസ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. 1-2 സർവീസ് ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് പറയാൻ പറ്റൂ. അപ്പോൾ ഇതിൽ വണ്ടി ആകെ 1200 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സർവീസിൽ ഇതിൽ 1200 രൂപ കണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത സർവീസിൽ കുറച്ചുകൂടെ സർവീസൊക്കെ കഴിഞ്ഞാൽ മാത്രമേ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളും കറക്റ്റ് അറിയാൻ പറ്റൂ. അപ്പോൾ എന്നോട് പറ്റുന്ന രീതിയിലൊക്കെ ഈ ഒരു റിവ്യൂ ഞാൻ സിൻസിയറായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ റിവ്യൂസിനും കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു 70 അടിച്ചത് ഞാൻ ഒരു 2-3 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഒരു 1500 എണ്ണ അടിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. അതൊക്കെ വരുമാനം കിട്ടി തുടങ്ങുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ റിവ്യൂ എടുത്തിട്ട് അടിച്ചു കൊടുത്ത് ഓണറിനൊക്കെ സഹായിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു സിംഗാമ് വരുന്നത് ഒരു ബനാന ടൈപ്പ് സിംഗാമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് അതെനിക്കറിയില്ല എന്തായാലും. അത് പിന്നെ ഇതിൻ്റെ ഒരു ഫ്രെയിമിന് വേറെ പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് സ്പേസ് കുറച്ചിട്ട് ഇതിന് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ഇത് പല പീസായിട്ട് അഴിച്ചെടുത്ത് ജസ്റ്റ് ഒരു ബോൾട്ട് ഓൺ ഫ്രെയിമാണ് വരുന്നത്. ഇതുവരെ ഒരു പീസ് ഇവിടെ നിന്നൊക്കെ ഓരോ പീസായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു പെൻറ്റ് വേപ്പിൻ്റെ അവിടെ ഒരു 1.5 മില്യൺ കൊടുത്തില്ലെങ്കിൽ വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനി ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ച് വെക്കുമ്പോഴത്തേക്ക് സെറ്റാക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഹഗ്ഗറും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ടെയിൽ പീസ് ഫെൻഡറുണ്ട്. അത് ഇതുവരെ ലെന്തായിട്ടിരിക്കും. അത് അത്യാവശ്യം ചെളിയെന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ അത് ഊരി മാറ്റി ഇപ്പോൾ ടെയിൽ ആക്കിയൊക്കെയാണ്. പിന്നെ ഇതിൽ ഹഗ്ഗർ പ്രൊവൈഡ് ചെയ്യേണ്ട സ്പേസ് മറ്റതുപോലെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതിനി എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു ഹഗ്ഗറൂടെ എന്തായാലും സെറ്റ് ചെയ്യണം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ.